Dears, welcome to Wiz School again. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മേഖലകളാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയുണ്ട്. ഒരു പക്ഷെ പലരും തെറ്റിക്കുന്നതും മാർക്ക് നഷ്ടപ്പെടുന്നതുമായ ഒരു മേഖല. ആ മേഖലയാണ് നിങ്ങൾക്കായി വിസ് സ്കൂളിൽ നിന്ന് പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ആ ടോപ്പിക്കാണ് ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫോറിൻ വേർഡ്സ്. ഫോറിൻ വേർഡ്സ് ആണ് പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട വാക്കുകൾ കടമെടുത്തുകൊണ്ട് പൊതുവായിട്ട് നമ്മൾ ഉപയോഗിക്കും. അത്തരത്തിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഫോറിൻ വേർഡ്സ്. ആ ഒരു മേഖലയിലേക്കാണ് നമ്മൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പൊ എല്ലാവരും സുസജ്ജമായിരിക്കുക, റെഡി ആയിരിക്കുക. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, പഠിച്ചു മുന്നേറാം. ഈ ക്ലാസ്സോട് കൂടി ടോപ്പിക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ടോപ്പിക്കിന്റെ പേരെന്താണ്? ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫോറിൻ വേർഡ്സ്. അതിൽ എല്ലായ്പ്പോഴും നമുക്ക് സംശയം ഉണ്ടാകാവുന്നതും അല്ലെങ്കിൽ പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, മനസ്സിലിരിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആണ് ഈ പോയിന്റുകൾ. അതിൽ ആദ്യ പോയിന്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നൊരു കാര്യം, ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ മേഖലകളും നിങ്ങൾക്ക് സധൈര്യം പഠിച്ചു മുന്നേറാൻ വിസ് സ്കൂളിലെ ഏറ്റവും പുതിയ കോഴ്സാണ് ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കോഴ്സ് എടുത്തുകൊണ്ട് എന്താണ് പ്രയോജനം? പലപ്പോഴും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു അക്കാഡമിക്കിൽ ഒരു എക്സാം എഴുതുമ്പോഴോ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പോർട്ടൻ്റ് ആയ ഇംഗ്ലീഷിന്റെ എല്ലാ മേഖലകളും അടുക്കും ചുറ്റോടും പഠിച്ചേ പറ്റുള്ളൂ. ഇതിൽ വലിയൊരു ഈസി മെത്തേഡ് ഉണ്ടോ? ഒരു ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനൊരു ശരിക്കും ഒരു റിതമുണ്ട്, ഒരു 1 by 1 സ്റ്റെപ്പ് ഉണ്ട്. ആ 1 by 1 സ്റ്റെപ്പ് ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ക്ലാസ്സുകളെല്ലാം ചാപ്റ്റർ വൈസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നൗൺ തുടങ്ങി ഇംഗ്ലീഷ് ഗ്രാമറിന്റെ വൊക്കാബുലറി വരെയുള്ള മേഖലയാണ് ഇതിൽ വളരെ അടുക്കും ചുറ്റോടുകൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത ഗുണമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, നമുക്കൊരു എക്സാം ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ജോലി കരസ്ഥമാക്കാൻ പറ്റൂ. ആ ജോലി കരസ്ഥമാക്കണമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. ആ ടോപ്പിക് പഠിക്കാൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് സധൈര്യം നിങ്ങൾക്ക് ഈ കോഴ്സ് എന്ത് ചെയ്യാം, പർച്ചേസ് ചെയ്യാം. സെറ്റ് ആയിരിക്കും നിങ്ങൾ. ഇനി ക്ലാസ്സിലേക്ക് പോകാം. ഫോറിൻ വേർഡ്സ് എന്ന കാറ്റഗറിയിൽ നമ്മൾ പഠിക്കുന്ന ആദ്യത്തെ ആ ഫോറിൻ വേർഡ് അതേതാണെന്ന് ചോദിച്ചാൽ നോക്കൂ, അബിൻഷ്യോ. Ab means from the beginning. From the beginning means തുടക്കം മുതൽ. ചില ആളുകൾ പറയും, തുടക്കത്തിലേ അവനൊരു കല്ലുകടിയാ, അല്ലെ, തുടക്കത്തിലേ അതൊരു വലിയ പ്രശ്നമാണ് എന്നൊക്കെ ചില ആളുകൾ പറയും. ചിലർ പറയും തുടക്കം മുതലേ ഐശ്വര്യമാണ് എന്നും പറയാറില്ലേ? അപ്പൊ തുടക്കം മുതലെന്നോ തുടക്കത്തിലെന്നോ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ ഫോറിൻ വേർഡ് എന്ന് ചോദിച്ചാൽ ഏതാണ്? അബിൻഷ്യോ. മറക്കരുത്. എന്താണ് അബിൻഷ്യോ? പഠിച്ചോ. ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതൽ. ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾ കൂടി ചെയ്യാം. എക്സാമ്പിൾ ഇതാണ്: ദ കോൺട്രാക്ട് വാസ് വോയിഡ് അബ് ഇൻഷ്യോ ഡ്യൂ ടു മിസ്ഇന്റർപ്രിട്ടേഷൻ. ഡ്യൂ ടു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ അറിയോ? അതുമൂലം, ഏതൊരു കാരണം കൊണ്ടെന്നാണ്. ദ കോൺട്രാക്ട് വാസ് വോയിഡ്. വോയിഡ് മീൻസ് ഇല്ലാതായി, ശൂന്യമായി. ആ കോൺട്രാക്ട് ഒന്നുമല്ലാതായി. എന്തുമൂലമാണ്? മിസ് റെപ്രസെന്റേഷൻ. ശരിയായ രീതിയിൽ ഒരു കാര്യം അവതരിപ്പിക്കാത്തത് മൂലം, അതുമൂലം ആ കോൺട്രാക്ട് ഇത് നിഷ്ഫലമായി പോയി. തുടക്കം മുതലേ നിഷ്ഫലമായി പോയി. അപ്പൊ അബിൻഷ്യോ എന്ന് പറയാൻ എന്താണ്? തുടക്കം മുതൽ. നമ്മൾ പറയത്തില്ലേ, ആ ക്ലാസ് തുടക്കം മുതലേ വളരെ എനർജറ്റിക് ആയിരുന്നു, ആ സിനിമ തുടക്കം മുതലേ വളരെ രസകരമായിരുന്നു എന്നൊക്കെ പറയില്ലേ? We can use the term here. ഏതാണ്? അബിൻഷ്യോ. The second point, ad hoc. Ad hoc means for a particular or special purpose. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി എന്ന് പറയണമെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം? ad hoc. Ad hoc means for a very special purpose. അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു മീറ്റിംഗ് കൂടുമ്പോൾ നമ്മൾ പറയും ഇതൊരു സ്പെഷ്യൽ പർപ്പസിനായിട്ടാണ് മീറ്റിംഗ് കൂടുന്നതെങ്കിൽ യു ക്യാൻ യൂസ് ad hoc here. Example, an ad hoc committee was formed to address the issue. ഏതൊരു പ്രശ്നം അഡ്രസ് ചെയ്യാൻ വേണ്ടി, അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ആ കമ്മിറ്റി എന്തിരിക്കുന്നത്, കൂടിയിരിക്കുന്നത്, രൂപീകരിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഏതെങ്കിലും പൊളിറ്റിക്കലി ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കാറുണ്ട്. അതിനു വേണ്ടി ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ടാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, അഡ്ഹോക് എന്ന വാക്ക് യൂസ് ചെയ്യാം. അപ്പൊ 2 വാക്ക് നമ്മൾ പഠിച്ചു. അതൊക്കെയാ അബ് ഇനിഷ്യോ ആൻഡ് അഡ്ഹോക്. ഇനി അടുത്തേക്ക് പോയാലോ, നോക്കൂ അടുത്ത പോയിന്റ്, അൽമാ മാറ്റർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ വാക്കുകൾ പറയുമ്പോൾ അതിന്റെ ഉച്ചാരണം പ്രധാനമാണ്, അല്ലെ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ആവണമെന്നും ഇല്ല കേട്ടോ. സോ ഹിയർ അൽമാ മാറ്റർ മീൻസ് സ്കൂൾ ഓർ യൂണിവേഴ്സിറ്റി വൺ ഹാസ് അറ്റൻഡഡ്. മീൻസ് നമ്മൾ ഈ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയത്തിലൂടെ, മാതൃവിദ്യാലയം, നമ്മൾ ആദ്യം പഠിച്ച സ്കൂൾ, തുടക്കം, നമ്മുടെ സ്കൂളിന്റെ തുടക്കം എവിടെ ആയിരുന്നു, അവിടെ, അല്ലെ? അതിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, അൽമാ മാറ്റർ എന്ന് ഉപയോഗിക്കുന്നത്, മാതൃവിദ്യാലയം, അല്ലെ? ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് മാതൃവിദ്യാലയങ്ങളിലേക്ക് അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരുപാട് പരിപാടികളൊക്കെ ഇല്ലേ? സോ ദാറ്റ്സ് ഓൾ. അതുപോലെ ഉപയോഗിക്കാം എന്ത്, അൽമാ മാറ്റർ മീൻസ് നമ്മൾ ആദ്യം പഠിച്ച സ്കൂൾ. എക്സാമ്പിൾ, she donated generously to her alma mater. അല്ലെ? എന്ന് പറഞ്ഞാൽ അവളുടെ എന്താണ്, സോ പൂർണ്ണമായുമുള്ള സമ്പാദ്യമോ ഒക്കെ എന്ത് ചെയ്തു, അവളുടെ സ്കൂളിലേക്ക്, അവൾ പഠിച്ച സ്കൂളിലേക്ക് എന്ത് ചെയ്തു, ഡൊണേറ്റ് ചെയ്തു. അപ്പൊ എന്താ മീനിങ്, she donated generously to her alma mater. അവളാണെങ്കിൽ അവളുടെ സമ്പാദ്യം അല്ലെങ്കിൽ കുറച്ച് പണം എന്ത് ചെയ്തു, അവൾ പഠിച്ച സ്കൂളിലേക്ക് ഉദാരമായിട്ട്, ജനറസ്ലി മീൻസ് ഉദാരമായിട്ട് സംഭാവന ചെയ്തു. അൽമാ മാറ്റർ, മാതൃവിദ്യാലയം. പഠിച്ചില്ലേ? പ്രധാനപ്പെട്ട 3 പോയിന്റ്. അടുത്തേക്ക് പോയാലോ. സോ നെക്സ്റ്റ് വൺ, അടുത്ത വാക്കാണ് ബോണഫിഡെ. ബോണഫിഡെ മീൻസ് ഇൻ ഗുഡ് ഫൈറ്റ് ഓർ ജെനുവിൻ. എന്താണ്, ശുഭാപ്തി വിശ്വാസത്തോടെ അല്ലെങ്കിൽ സത്യസന്ധമായി എന്നൊക്കെയാണ് അർത്ഥം. എന്തിനാ ബോണഫിഡെ എന്ന വാക്കിനർത്ഥം. എക്സാമ്പിൾ, ഹി ഈസ് ബോണഫിഡെ എംപ്ലോയി ഓഫ് ദ കമ്പനി. അയാൾ ആ കമ്പനിയുടെ വിശ്വസ്തനായ വ്യക്തിയാണ്. നമുക്കറിയാം, നമുക്ക് കമ്പനികളൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ ഒരുപാട് കൂടി വരാറുണ്ട്. അത്തരം കമ്പനികളിൽ പല വിശ്വസ്തരും ഉണ്ടാവാം. ആ കമ്പനിയുടെ മുന്നേറ്റങ്ങൾക്ക് വളരെ താങ്ങും തണലുമായി നിൽക്കുന്ന ആളുകൾ, അല്ലേ? സോ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് സോ വി ക്യാൻ യൂസ് ബോണഫിഡെ എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഹി ഈസ് എ ബോണഫിഡെ എംപ്ലോയി ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ അയാൾ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു എംപ്ലോയി ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, സോ നെക്സ്റ്റ് ഉണ്ടോ ഡിഫാക്ടോ. ഡിഫാക്ടോ മീൻസ് ഇൻ ഫാക്ട്, വാസ്തവത്തിൽ, ശരിയായ അർത്ഥത്തിൽ, വെദർ ബൈ ഓർ നോട്ട്, എന്താണ് എന്നർത്ഥത്തിൽ. എന്താണ് കൃത്യമായ പോയിന്റ്, കൃത്യമായത്. ഫോർ എക്സാമ്പിൾ, ഹി ബിക്കെയിം ദ ഡിഫാക്ടോ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ്. അദ്ദേഹമാണ് ആ ഗ്രൂപ്പിന്റെ ശരിയായിട്ടുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ ആള് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഹി ബിക്കെയിം, അയാൾ ആയിത്തീർന്നു. എന്തായിത്തീർന്നു, ദ ഡിഫാക്ടോ, ശരിയായ, അല്ലെങ്കിൽ അതാണ്, അദ്ദേഹമാണ് അതിന്റെ പ്രധാനപ്പെട്ട വ്യക്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഡിഫാക്ട്. കോർട്ടിലേക്ക് ഡിഫാക്ടോ കംപ്ലൈന്റ് എന്ന് പറയാറുണ്ട് എന്ന് പറയത്തില്ലേ, ലൈക്ക് ദാറ്റ്. അടുത്ത വാക്ക് നോക്ക്, ഡി ജൂർ മീൻസ് ബൈ ലോ, നിയമവശാൽ, നിയമത്താൽ. ഷീ ഈസ് ദ ഡി ജൂർ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി. നിയമപരമായിട്ട് ആ സമ്പത്തിന്റെ എല്ലാം അധിപ അല്ലെങ്കിൽ അതിന്റെ എല്ലാം മേൽനോട്ടം ആർക്ക് തന്നെയാണ്, അവൾക്ക് തന്നെയാണ്. അപ്പൊ എന്താ ഡി ജൂർ, നിയമവശാൽ. എന്താ ഡിഫാക്ടോ, ഡിഫാക്ടോ മീൻസ് ഇൻ ഫാക്ട്, വാസ്തവത്തിൽ. എന്താ ബോണഫിഡെ, ഇൻ ഗുഡ് ഫൈറ്റ്. പഠിച്ചല്ലോ, നമ്മൾ പഠിക്കുന്ന ഫോറിൻ വേർഡ്സ് ആണ്. അടുത്ത പോയി നോക്കിയേ, എക്സ് ഗാർഷിയ മീൻസ് ആസ് എ ഫേവർ നോട്ട് അണ്ടർ ഒബ്ലിഗേഷൻ. ആസ് എ ഫേവർ, ഫേവർ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? ഫേവർ, ഒരാൾക്ക് ഇണങ്ങുന്ന, ഉതകുന്ന, അതുമായി ചേർന്ന് നിൽക്കുന്ന, സഹായകരമായ എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന വാക്കാണ് എന്ത്, യെസ്. അത് പറയുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ദ കമ്പനി പെയ്ഡ് ആൻ എക്സ്ട്രാ ഗോർഷിയ എമൗണ്ട് ടു ദ ഇൻജൂർഡ് വർക്കർ. അതായത് പരിക്കേറ്റ ജോലിക്കാരന് കൃത്യമായിട്ട് എന്ത് ചെയ്തു, കമ്പനി പണം നൽകി. അയാൾക്ക് വേണ്ടി ആ പണം ചെയ്തു ഇൻ ഫേവർ. ഇൻ ഫേവർ മീൻസ് അയാളിലേക്ക്, അവിടേക്ക് സത്യസന്ധമായി എത്തിച്ചു എന്നൊക്കെയാണ് അർത്ഥം. എക്സ് ഗാർഷിയ മീൻസ് ആസ് എ ഫേവർ നൽകുക, ഉദാരമായി നൽകുക. ഇൻ ക്യാമറ, ഇൻ ക്യാമറ മീൻസ് പ്രൈവറ്റ്. പ്രൈവറ്റ് ആണ്, അല്ലെ? രഹസ്യമായി എന്നർത്ഥമാണ്, അല്ലെ? So the hearing was held in camera to protect the child's identity. The hearing was held. Hearing, വാദം കേട്ടു, കോടതിയിൽ വാദം കേട്ടു. എങ്ങനെ കേട്ടത്? ഇൻ ക്യാമറ, വളരെ രഹസ്യമായിട്ടാണ്.
എന്തിനങ്ങനെ കേൾക്കാൻ കാരണം? ടു പ്രൊട്ടക്ട് ചൈൽഡ്സ് ഐഡന്റിറ്റി. കുട്ടിയുടെ ഐഡന്റിറ്റി മറ്റാരും അറിയണ്ട എന്ന് കരുതി വളരെ രഹസ്യമായിട്ടാണ് അവിടെ വാദം കേട്ടത് എന്നാണ് പോയിന്റ്. അപ്പൊ ഇൻ ക്യാമറ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കാണുന്ന ക്യാമറയാണോ? യെസ്, അല്ല. ഇൻ ക്യാമറ മീൻസ് പ്രൈവറ്റ്. അത് രഹസ്യമായെന്നോ മറ്റാരും ഉൾപ്പെടുത്താത്തതെന്നോ എന്നൊക്കെയാണ് അർത്ഥം. കൂടുതൽ എൻഗേജ് ഇല്ലാത്തത്. ഓക്കെ, സോ നെക്സ്റ്റ്, പ്രൈമ ഫേസ് മീൻസ് അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ്. ആദ്യ നോട്ടത്തിൽ, പ്രഥമ ദൃഷ്ട്യ. ദാറ്റ്സ് പോയിന്റ് പ്രൈമ ഫേസ്. നമ്മൾ പറയുന്നത് പ്രഥമ ദൃഷ്ട്യ തെളിവുകളൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് ഈ കേസ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയില്ലേ? യെസ്. അപ്പൊ പ്രഥമ ദൃഷ്ട്യ എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ്? പ്രൈമ ഫേസ്. എക്സാമ്പിൾ, there was prima facie evidence wrongdoing. തെറ്റായി ഒന്നും ചെയ്തെന്ന് കാണിക്കുന്ന തെളിവുകളൊന്നും യെസ് അല്ലെ ഉണ്ടായിരുന്നു എന്നാണ് ഇവിടുത്തെ ഉണ്ടായിരുന്നു. There was a prima facie evidence of wrongdoing. തെറ്റായ പ്രവർത്തനം ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള തെളിവ് ഉണ്ടായിരുന്നു, പ്രദൃഷ്ട്യ ഉണ്ടായിരുന്നു എന്നാണ് പോയിന്റ്. അപ്പൊ എന്താ പ്രൈമ ഫേസ്? എന്താ പ്രൈമ ഫേസ് മീൻസ്? പ്രഥമ ദൃഷ്ട്യ. എന്താ ഇൻ ക്യാമറ? പ്രൈവറ്റ്, രഹസ്യമായി. എന്താണ് എക്സ് ഗോഷിയ? ആസ് എ ഫേം. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. സ്റ്റാറ്റസ് കോ മീൻസ് എക്സിസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്. നിലനിൽക്കുന്ന അതേ അവസ്ഥ. നമ്മൾ പറയത്തില്ലേ അയാൾക്ക് നല്ല പണവും അതുപോലെ സമ്പത്തുണ്ട്, ആ സ്റ്റാറ്റസ് ഇപ്പോഴും അതുപോലെയാണ്, മാറ്റമില്ലാതെ തുടരുന്നു എന്ന അർത്ഥമാണ് സ്റ്റാറ്റസ് കോ എന്ന പോയിന്റ്. എക്സാമ്പിൾ, ദ ഗവൺമെന്റ് വാണ്ട്സ് ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ. ഗവൺമെന്റ് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ ഗവൺമെന്റ് അത് അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നാണ് അർത്ഥം. ഇപ്പൊ നമ്മുടെ കമ്പനി വളരെ പ്രോഗ്രസീവ് മോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ സ്റ്റാറ്റസ് കോ ആണ് എല്ലായ്പ്പോഴും കരുതുന്നതെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് കോ മീൻസ് അതേപോലെ പോകുന്നു എന്ന് ഉപയോഗിക്കാം. ഒരാളുടെ പഠനം നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇപ്പോഴും ആ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഒരാളുടെ ബിഹേവിയർ, ഒരാളുടെ ക്യാരക്ടർ അതേപോലെയാണ് എല്ലാ കാലവും തുടരുന്നെങ്കിൽ സോ വി ക്യാൻ യൂസ് സ്റ്റാറ്റസ് കോ. ഗുഡ്. സോ നെക്സ്റ്റ് പോയിന്റ്, ക്വിഡ് പ്രോ ക്വോ. എന്താണ് ക്വിഡ് പ്രോ ക്വോ? മീൻസ് എ ഫേവർ ഓഫ് എ ഫേവർ. മീൻസ് ഒരു സഹായത്തിനായി അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനായി ഒരു നല്ല സഹായം, അത് ഒന്നിന് ഉതകുന്ന മറ്റൊന്ന്, ഒന്നിനു വേണ്ടിയുള്ള മറ്റൊന്ന് അർത്ഥം. ഫോർ എക്സാമ്പിൾ, there was a quid pro quo arrangement between the two companies. രണ്ട് കമ്പനികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ധാരണയിൽ, ഒരു ഒത്തൊരുമയിൽ പോകുന്നു എന്ന അർത്ഥമാണ് ക്വിഡ് പ്രോ ക്വോ എന്ന ഈ വാക്ക് കൊണ്ട് ഇവിടെ മീൻ ചെയ്യുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടുപോവുക, ഒരുമിച്ച് കൊണ്ടുപോവുക, രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹം ഒരുപോലെ കൊണ്ടുപോവുക. അതാണ് എ ഫേവർ ഫോർ എ ഫേവർ. ഒരു സഹായത്തിനായി മറ്റൊന്ന് ചെയ്യുക, മറ്റൊരു സഹായം അല്ലെ, പകരത്തിന് പകരം എന്നൊക്കെ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, en route. En route means on the way. On the way means നമ്മൾ പറയത്തില്ല നിങ്ങളിപ്പോ എവിടെ എത്തി? I am on the way means I am en route means we are en route to the airport. ഞങ്ങളിപ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴിയിലാണ്. സോ നമുക്ക് എന്ത് ഉപയോഗിക്കാം? en route. പഠിച്ചല്ലേ നമ്മൾ പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഡിയസ്. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറിലെ വൊക്കാബുലറിയുമായി ബന്ധപ്പെടുത്തി എക്സാമിന് ചോദിച്ചാൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഫോറിൻ വേർഡ്സ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ ക്ലാസ്സിലുള്ള ടോപ്പിക്കിൽ കുറിച്ച് വെച്ച് പഠിച്ചോളൂ, ഉറപ്പാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിസ്കൂളിന്റെ ഇംഗ്ലീഷ് ഫോർ ഓൾ കോമ്പറ്റീറ്റീവ് എക്സാം എന്ന് പറയുന്ന ഒരു കോഴ്സ് നമ്മൾ അടുക്കും ചിട്ടയോട് കൂടിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഈ കോഴ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്കൊരു ബാലികരാമലയല്ല. കൂടാതെ ഇതിനകത്ത് PDF നോട്ട്സ്, അതുപോലെ MCQ സീരീസ്, PQ സീരീസ്, ഇങ്ങനെയുള്ള എല്ലാ പോയിന്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് ഇനി ഒരു ബാലികരാമലയല്ല. സോ വി ക്യാൻ സ്റ്റഡി ഈസിലി. ഓക്കെ.